പരിശീലകൻ മിഖായൽ സ്റ്റാറയെ പുറത്താക്കിയതിനു ശേഷമുള്ള ആദ്യ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുകയാണ്. രാത്രി 7:30 കലൂർ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ആണ് എതിരാളികൾ. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ നടപടികൾക്കെതിരെ മത്സരത്തിനിടെ പ്രതിഷേധമറിയിക്കാൻ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയും തീരുമാനിച്ചിട്ടുണ്ട് എന്നറിയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു പക്ഷേ മഞ്ഞപ്പട അതെ ടീമിനൊപ്പം നിൽക്കുന്ന മഞ്ഞപ്പടയാണ്. പക്ഷെ ഇതുപോലെ ഈ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരുമാനത്തിൽ എങ്ങനെയാണ് മഞ്ഞപ്പട പ്രതികരിക്കുന്നതൊക്കെ നമുക്കിന്ന് കാണാം. സ്റ്റാറേ പോയി ഇനിയാര് സാറേ എന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്കിടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വീണ്ടും കളത്തിൽ. തുടർത്തോൽവികളുടെ നാണക്കേടും ആരാധകരുടെ കലിപ്പുമെല്ലാം കെട്ടടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ജയിച്ചേ തീരൂ. എതിരാളികൾ തങ്ങളെക്കാൾ പരാജയമായ മുഹമ്മദൻ സ്പോർട്ടിംഗ് എന്നതാണ് ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസം നൽകുന്ന ഏക കാര്യം. പന്ത്രണ്ട് കളിയിൽ 7 തോറ്റതോടെ പരാജയത്തിന്റെ പാപഭാരമെല്ലാം ചുമത്തി മിഖായേൽ സ്റ്റാറയെ പുറത്താക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടിന് കോച്ചിനെ ബലിയാടാക്കിയെന്ന നിലപാടിലാണ് ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട. മാനേജ്മെന്റ് തിരുത്തും വരെ ഗാലറിയിൽ തൊണ്ട പൊട്ടി അലറാനും ടിക്കറ്റ് വിറ്റ് സഹായിക്കാനും വേറെ ആളെ നോക്കണമെന്ന മുന്നറിയിപ്പും അവർ നൽകിക്കഴിഞ്ഞു. പോസ്റ്റിന് മുന്നിൽ ഒരു കല്ലെടുത്തു വച്ചാൽ ഇതിനേക്കാൾ നല്ലതെന്ന തരത്തിലുള്ള ഗോൾ കീപ്പർമാരുടെ പ്രകടനവും എതിരാളികളെ ഗോളടിപ്പിക്കാൻ മത്സരിക്കുന്ന പ്രതിരോധ നിരക്കാരും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം ചെറുതൊന്നുമല്ല. വരുന്ന വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ കോട്ട കാക്കാൻ നല്ല ആളുകളെ എത്തിച്ചില്ലെങ്കിൽ ഇത്തവണ പ്ലേ ഓഫിൽ പോലും കടക്കില്ല ബ്ലാസ്റ്റേഴ്സ്. സ്റ്റാറയെ പുറത്താക്കിയതോടെ മലയാളിയായ TG പുരുഷോത്തമനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക കോച്ച്. തുടർത്തോൽവികൾ, ആരാധക പ്രതിഷേധം എല്ലാം തീർക്കണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മിന്നും ജയം തന്നെ വേണം. മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെ മികച്ചൊരു വിജയത്തിലൂടെ ആരാധകർക്ക് ക്രിസ്മസ് സമ്മാനം കൂടി നൽകാമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണുവിനൊപ്പം അനിൽ വാസുദേവ്, 24.